നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഒന്നാം ഘട്ട അന്വേഷണം പൂർത്തിയാവുകയാണ്. NIA ജമ്മുവിലെ പ്രത്യേക കോടതിയിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നു. 3 ഭീകരരാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് NIAയുടെ കണ്ടെത്തൽ. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിൽ സുരക്ഷാ സേന വകവരുത്തിയിരുന്നു. ഈ കഴിഞ്ഞ ജൂലൈ 28-ന് നടന്ന ഓപ്പറേഷനിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. ഇവർക്ക് സഹായം നൽകിയ 3 പേരെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഭീകരർക്ക് ഭക്ഷണവും താമസവും അടക്കമുള്ള സഹായങ്ങൾ ഇവർ നൽകിയെന്നാണ് കണ്ടെത്തൽ. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് അന്വേഷണത്തിന് നിർണായകമായത്. ഇവരുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ആക്രമണത്തിന് ദൃക്സാക്ഷികളായവരിൽ നിന്ന് ലഭിച്ച മൊഴികൾ, വീഡിയോ ദൃശ്യങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ തുടങ്ങിയവ തെളിവുകളായി ഉണ്ട്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരർ, അവർക്ക് സഹായം നൽകിയവർ തുടങ്ങിയവർക്ക് പുറമെ ആരൊക്കെയാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാർ, പാകിസ്ഥാനിലെ ഹാൻഡിലർമാർ ആരൊക്കെ എന്നതൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. വൈകുന്നേരത്തോടെ NIAയുടെ പ്രസ്താവനയും പുറത്തിറങ്ങിയേക്കും. 2024 ഏപ്രിലാണ് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം പഹൽഗാമിൽ ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ആളുകൾക്ക് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. 26 പേർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണ് എന്ന് ഇന്ത്യക്ക് അന്ന് തന്നെ തെളിവ് ലഭിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ലോഞ്ച് ചെയ്തത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്തിരുന്നു. തിരിച്ചടിയായി ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളും സേനാ കേന്ദ്രങ്ങളും ആക്രമണം നടത്താൻ തുടർന്ന് പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഈ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും പാക് സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണം നടത്തിക്കൊണ്ട് ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ സേനയിൽ നിന്ന് അഭ്യർത്ഥന വന്നതിനെ തുടർന്നാണ് ഇന്ത്യ പിന്നീട് വെടിനിർത്തലിന് തയ്യാറായത്. NIA കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന നടത്തിയത് ആരാണ് എന്ന് രാജ്യത്തിന് മുമ്പിൽ വ്യക്തമാകും. ലഷ്കർ ഇ തൊയ്ബയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരുന്നു. അവരുടെ പ്രോക്സി സംഘടനയായ TRF ആണ് പഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് വിവരം. ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് തുനിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്ന് ഇന്ത്യ താക്കീത് നൽകിയിരുന്നു. സൈനിക നടപടി നിർത്തിയെങ്കിലും അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.